ഓരോരുത്തരുടെയും തമ്പ്രിൻ്റ് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പം ഓരോ കുട്ടിയും കഴിവില്ലാത്തവരാണോ കഴിവുള്ളവരാണോ? അവർക്ക് പറയൂ. ആ കഴിവ് വളർത്താനും അവരുടെ മനോബലം വർദ്ധിപ്പിക്കാനും അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായൊരു ജീവിതം വാർത്തെടുക്കാനും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന് പറയൂ. നമ്മുടെ കുട്ടികളെല്ലാം മറ്റുള്ളവരിൽ നിന്നും ഉറക്കെ പറയണം. അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. 3 അതിനെ വളർത്തിയെടുക്കണം. 4 അവർക്കും അവരെ കൊണ്ട് പ്രയോജനം വേണം. മറ്റുള്ളവർക്കും പ്രയോജനകരമായൊരു ജീവിതം അവരിൽ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത നമ്മൾ വായിക്കുന്നത്. അതിനെ പ്രത്യേകിച്ച് കർമ്മയോഗം. ഏതാണ് ഇത്? പഠിക്കേണ്ടതാണോ? അത തൃതീയോധ്യായ അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ ചോദിക്കുന്നു കൃഷ്ണനോട്, എന്നെ എന്തിനാണ് ഇത്ര ഘോരമായ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്? ഇത് അർജുനൻ്റെ വേർഷൻ അല്ലേ? അർജുനൻ യുദ്ധക്കളത്തിൽ ചോദിക്കുകയാണ്, ഈ പിതാമഹനെയൊക്കെ കൊല്ലുന്ന ഘോരമായ കർമ്മത്തിന് എന്നെ എന്തിനാണ് പ്രേരിപ്പിക്കണം? അപ്പം നമ്മൾ ഇന്നതിൻ്റെ റിലവൻസ് എടുത്താൽ എന്തായിരിക്കും വ്യാഖ്യാനം? നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന പോലെ നമ്മൾ കാണാം. എന്താണ് ചോദ്യം? ഈ ബുദ്ധിമുട്ടൊക്കെ കയറിയ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാൻ എന്നെ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? കുട്ടികൾ ചോദിക്കില്ലേ? പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പല സബ്ജക്റ്റുകളും എന്നെ എന്തിനാണ് നിർബന്ധിപ്പിച്ച് അവർക്ക് പറയൂ പഠിപ്പിക്കുന്നത്? അതുപോലെ കല്യാണം താല്പര്യമില്ലാത്തൊരു കുട്ടിയെ അമ്മ അച്ഛൻ നിർബന്ധിക്കുമ്പോൾ കുട്ടി ചോദിക്കില്ലേ, എനിക്കൊരു സ്വന്തം കാലിൽ നിന്നിട്ട് മതിയല്ലോ കല്യാണം, ഇപ്പോഴെന്നെ എന്തിനാണ് അതിന് പറയൂ പ്രേരിപ്പിക്കുന്നത്? അപ്പം അർജുനൻ്റെ ഈ ചോദ്യം കേവലം അർജുനന് മാത്രമാണോ? പല ആളുകൾക്കും പല സന്ദർഭത്തിലും അവർ നേരിടുന്ന പ്രശ്നത്തിൻ്റെ മുന്നിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാവുമോ? അങ്ങനെയാണ് നമ്മൾ ഗീതയെ വ്യാഖ്യാനിക്കേണ്ടത്. അർജുനൻ്റെ പ്രശ്നത്തെ ആരുടെ പ്രശ്നമാക്കി മാറ്റണം? നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ ചോദിക്കണം. എന്തിനാണ് ഈ ബുദ്ധിമുട്ടേറിയ കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അവർക്ക് പറയൂ ചെയ്യിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ രാവിലെ എണീക്കുമ്പോൾ പറയില്ലേ, എനിക്ക് എണീക്കാൻ താല്പര്യമില്ല, എന്നെ എന്തിനാ നിർബന്ധിപ്പിച്ച് അവർക്ക് പറയൂ എണീപ്പിക്കണം. കുട്ടികൾക്ക് ട്യൂഷന് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പം അവരെന്താ പറയുക? എന്നെ എന്തിനാണ് നിർബന്ധിപ്പിച്ച് എന്താ ഒന്നും മിണ്ടാത്തത് ട്യൂഷന് പറഞ്ഞയക്കുന്നത്? അപ്പം നോക്കൂ, ഈ ചോദ്യം എത്രത്തോളം പല രംഗങ്ങളിലുണ്ടെന്ന്. അപ്പം അതിനുത്തരം കൃഷ്ണൻ പറയും. അർജുനൻ വീണ്ടും ചോദിക്കുകയാണ്, വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. അപ്പം അർജുനൻ പറയാണ്, കൃഷ്ണ അങ്ങെന്നെ വളരെയധികം മോഹിപ്പിക്കുന്നു. അങ്ങ് പറയണു യുദ്ധം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്, യുദ്ധം ചെയ്താൽ നല്ലതാണ്. പക്ഷെ എനിക്ക് യുദ്ധം ചെയ്യാൻ ഒട്ടും ഉറക്കെ പറയൂ താല്പര്യമില്ല. നിങ്ങൾ കുട്ടികളോടതല്ലേ പറയാ, ട്യൂഷന് പോയാൽ നിനക്ക് പരീക്ഷ എളുപ്പം പാസ്സാവാം, പരീക്ഷ എളുപ്പം പാസ്സായാൽ മാർക്ക് കിട്ടും, മാർക്ക് കിട്ടിയാൽ നിനക്ക് ജോലി കിട്ടും, അങ്ങനെയല്ലേ പറയുക? ആണോ? ഇത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നല്ലേ പറയുക? അപ്പോൾ കുട്ടി ചോദിക്കില്ല, എന്നാ എൻ്റെ അമ്മയും അച്ഛനും എന്താ അന്ന് പഠിക്കാതിരുന്നത് എന്ന്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? അപ്പോൾ ഒന്നും മിണ്ടാനില്ല. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് അന്ന് പഠിക്കാൻ വേണ്ടത്ര സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി പറയണം, നിങ്ങളുടെ കാലത്തല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത്? അപ്പം അദ്ദേഹത്തിനൊക്കെ സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് മാത്രം എന്തേ സാഹചര്യം ഇല്ലാതിരുന്നു? അപ്പം നിങ്ങൾ സമ്മതിക്കും, സാഹചര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പഠിക്കാനൊന്നും അത്ര താല്പര്യമൊന്നും അവർക്ക് പറയൂ ഉണ്ടായിരുന്നില്ല. അപ്പം അവർ ചോദിക്കും, എന്ത് മത്തൻ്റെ വിത്ത് മുളപ്പിച്ചാൽ
ഇതവർ ചോദിക്കും. അപ്പം അതുകൊണ്ട് പല പ്രലോഭനങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവർ പറയും ഇതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കിതൊന്നും അല്ല വേണ്ടത്. അങ്ങനെ ഒരു കാലം വരും. ഉണ്ടോ ഇല്ലയോ എന്നതുപോലെ കൃഷ്ണനോട് ചോദിക്കുകയാണ്, അങ്ങനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കണോ? പക്ഷെ എനിക്ക് യുദ്ധം ചെയ്യാനൊട്ട് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ശ്രേയസ് എന്താണോ അതെനിക്ക് പറഞ്ഞു തന്നാലും. അപ്പം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീ ഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാനകാം ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇതൊക്കെ ഇന്നത്തെ റിലവൻ്റ് ആയിട്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. അപ്പം അന്ന് കൃഷ്ണൻ പറയുന്നു ദർ ആർ 2 അപ്രോച്ചസ് എന്നാണ്. 2 മാർഗങ്ങളുണ്ട്. ഒന്ന് സാംഖ്യയോഗത്തിൻ്റെയും 2 കർമ്മയോഗത്തിൻ്റെയും. ഒന്ന് ജ്ഞാനത്തിലധിഷ്ഠിതമായതും 2 ജ്ഞാനകർമ്മത്തിലധിഷ്ഠിതമായതും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു വലിയ സബ്ജക്റ്റാണ്. അന്നത്തെ സാംഖ്യയോഗം എന്നൊക്കെ പറഞ്ഞത് ഇത്തിരി ഒരു ഡീപ്പ് സബ്ജക്റ്റാണ്. അപ്പം നമുക്കതൊരു വിഷയമാക്കിയാൽ നമുക്ക് ഭാഗവതം നടക്കില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളിതിനെ വ്യാഖ്യാനിക്കേണ്ടത്, ഒന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വെറും സിലബസ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, 2 അവനവൻ്റെ സ്കിൽസ്, ടാലൻറ്റുകൾ, കഴിവുകൾ വളർത്തി വികസിപ്പിക്കുന്ന വിദ്യാഭ്യാസം. ഇങ്ങനെ 2 ഉണ്ടെന്ന് വയ്ക്കുക. നമ്മുടെ സ്കൂളുകളിൽ 2 വിദ്യാഭ്യാസം. ഒന്ന് വെറും സിലബസുകളൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ഡിഗ്രികളായിട്ടുള്ള BSc അല്ലെങ്കിൽ BA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ എൻജിനീയറിങ്ങിനുള്ള സിവിലോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഒരു വശത്ത് അതുണ്ട്. വേറെ വശത്ത് ഓരോരുത്തരുടെയും സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ. ഇങ്ങനെ 2 ഉണ്ടെങ്കിൽ, ഈ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സാംഖ്യമെന്നും കർമ്മയോഗം എന്നും വിളിക്കുക. ഇതിനെ വെറും പഠിപ്പിക്കുന്നതിനെ സാംഖ്യമെന്നും കഴിവുകൂടെ വളർത്തുന്നതിനെ കർമ്മയോഗം എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതിലേതാണ് ഏറ്റവും നല്ലത്? വെറും സിലബസുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണോ അതോ കഴിവുകളെ വളർത്തിയെടുക്കുന്നതാണോ? പറയൂ. കഴിവുകൾ വളർത്തിയെടുക്കുന്നതാണ്. ഇതുപോലെ അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വെറും കുറേ അറിവുകൾ നേടിയിട്ട് കാര്യമില്ല. അതിനെ പ്രായോഗികമാക്കാൻ പറ്റിയില്ലെങ്കിൽ അറിവ് കൊണ്ട് യാതൊരു, ഉറക്കെ പറയൂ, കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാണ്. പണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഉണ്ടോ? പണ്ടൊക്കെ ആളുകൾ വേഗം ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമായിരുന്നു, ജോലിയും കിട്ടുമായിരുന്നു. ഉണ്ടോ? പറയൂ. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ വേഗം വേഗം പഠിച്ച സ്ത്രീകൾ ഒരുപാട് തുന്നൽ പഠിക്കുമായിരുന്നു, ടൈലറിങ് പഠിക്കുമായിരുന്നു. ഉണ്ടായിരുന്നോ? അങ്ങനെ അവർ ജീവിതമാർഗം കണ്ടെത്തുമായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജീവിതമാർഗം കണ്ടെത്തുന്നത് വളരെ കുറവാണ്. 99% ആളുകളും പഠിച്ചതല്ല ചെയ്യുന്നത്. വിദ്യാഭ്യാസവുമായി ജോലിക്ക് കൂടെ വന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും തമ്മിൽ പറയൂ ഒരു ബന്ധമില്ല. അപ്പം അത്രയും കാലം വെറുതെ വേസ്റ്റാക്കി കളഞ്ഞില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ? കേട്ടില്ലേ? ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഹിന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീഹാറും ബംഗാളി ഇവിടെ വന്നതിന് ശേഷമാണ്. അതല്ലേ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ പറയുന്നത് ഇവിടുത്തെ മണ്ണ് ഉദർ ഡാലോ എന്നാണ്. അവസാനം അവൻ പറഞ്ഞു ഞാൻ മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞോളാം എന്ന്. ഇപ്പോൾ ഒരുവിധം ബംഗാളിയും ബീഹാറും മലയാളം പഠിക്കാൻ തുടങ്ങി. ഉണ്ടോ ഇല്ലയോ? അവരിവിടെ വന്നിട്ട് പൊറാട്ട അടിക്കാൻ തുടങ്ങി. ഉണ്ടോ? അവർ നമ്മുടെ ജീവിത ശൈലികളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. ഉണ്ടോ? അവർക്ക് നല്ലവണ്ണം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരുപക്ഷെ അവരാണ് നമ്മളെക്കാളും ഇനിയിപ്പോൾ പറയണത് അടുത്ത ഇലക്ഷനിൽ ബംഗാളി ചീഫ് മിനിസ്റ്റർ ആവുമോ എന്നുള്ള പേടിയാണ്. കാരണം എണ്ണത്തിൽ ഇപ്പോൾ അവരാണ് ഏറ്റവും. മലയാളികളൊക്കെ ദൂരേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലൊരു ബംഗാളി മുഖ്യമന്ത്രിയായി വരുന്നത് അത് അതിവിദൂരത്തിലൊന്നല്ല എന്നാണ് പറയണത്. കാരണം ഞങ്ങളുടെ അവിടെയൊക്കെ ധാരാളം ഈ ബംഗാളിൽ നിന്നൊക്കെ വന്നവർ ലോക്കൽ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു അവരൊക്കെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്തുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞ ചെക്കന്മാരെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ചെക്കന്മാരെ കൊണ്ടുവരേണ്ടി വരും. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീട്ടിലൊക്കെ ബംഗാളി
ചെക്കന്മാരൊക്കെ വരുന്നൊരു കാലം അതിവിദൂരത്തിലൊന്നല്ല ഇത്. അങ്ങനെയായി മാറി. ഉണ്ടോ? അപ്പം അതുകൊണ്ട് കർമ്മയോഗമെന്നും ജ്ഞാനമെന്നും 2 മാർഗമുണ്ട്. അതുകൊണ്ട് അർജുന, ന കർമ്മണാമനാരംഭാൽ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ നജ സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അർജുന, കർമ്മ അനാരംഭം, അതായത് മടി പിടിച്ചിരുന്നത് കൊണ്ട് ഒന്നും വരില്ല. പണിയെടുക്കാതെ യാതൊന്നും നേടിയെടുക്കാൻ അവർക്ക് പറയൂ സാധ്യമല്ല. അപ്പം നിരന്തരമായി പ്രയത്നിച്ചാൽ മാത്രമേ ഏത് കാര്യത്തിലും നമുക്ക് ഉന്നതി കൈവരിക്കാൻ അവർക്ക് പറയൂ സാധിക്കുകയുള്ളൂ. വെറുതെ മടി പിടിച്ച് രാഷ്ട്രീയം കളിച്ച് സിന്ദാബാദ് വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നേരെയാവാത്തതിൻ്റെ കാരണം എന്തായിരുന്നു? 10 മണിക്ക് ജോലിക്ക് പോവും, 11 മണിക്ക് കാപ്പിയും കഴിക്കും, 11 മണി മുതൽ പേപ്പർ വായിച്ച് 12:30 ഊണ് കഴിക്കും, അത് കഴിഞ്ഞ് കാപ്പി കഴിച്ച് 3 മണിയായി, അത് കഴിഞ്ഞ് അവർക്ക് വീട്ടിൽ പോകാൻ സമയമായി. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ എപ്പോഴാണ് പണിയെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് അവരും ചോദിക്കുന്നത്. റിട്ടയർമെൻറ്റിന് ശേഷമാണത്രേ. എങ്ങനെയാണ് പിന്നെ നമ്മുടെ നാട് നന്നാവുക? ആണോ അല്ലയോ? അതൊക്കെ നശിപ്പിച്ച് കൈ കൊടുത്തു. ഉണ്ടോ ഇല്ലയോ? അതൊന്നാമത് അങ്ങനെ ട്രെയിനിങ് അവർക്ക് കൊടുത്തില്ല. ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര ഫയലുകൾ തീർക്കണം. ഈ രീതിയിലുള്ളൊരു പരിശീലനമൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുമായിരുന്നെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാലല്ലോ, ഇന്ന് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഒരു പഞ്ചായത്തിലൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ അതിൽ അപാകതകളുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ 3 മാസം കൊണ്ട് അത് പരിഹരിച്ചിട്ട് അതിനെ പാസ്സാക്കി വിടേണ്ട ഉത്തരവാദിത്വം കൊടുത്താൽ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പണിയെടുക്കും. ഇപ്പം അവർക്ക് എളുപ്പപ്പണിയാണ്. റിജക്റ്റാണ് ചെയ്തിട്ട് ആ പാവത്തിനെ നടത്തിക്കുക. തെക്കും വടക്കും ആണോ? ആ കുടിയിരിപ്പില്ല, തേങ്ങ ഇല്ല, മാങ്ങ ഇല്ല, ചക്ക ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ അടിയാധാരം തൂക്കിയെടുക്കാൻ നടക്കേണ്ടി വരും. ആണോ അല്ലയോ? പറയൂ നിങ്ങൾ. ഈ തരത്തിൽ ദ്രോഹിക്കുന്നവരായി ഉദ്യോഗസ്ഥന്മാർ മാറിയത് കൊണ്ടല്ലേ ഒരുത്തന്നെ തൂങ്ങിച്ചാവേണ്ടി വന്നത്. ആണോ അല്ലയോ? അയാൾ തൂങ്ങിച്ചത്താണോ അറിയില്ല. എന്തായാലും ഇതുപോലുള്ള ഇടപാടല്ലേ അതൊക്കെ ഉണ്ടായത്. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? ഇങ്ങനെ സർക്കാരിൻ്റെ തലത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ഗീത പ്രായോഗികമാക്കണം. വെറുതെ ഇരുന്നത് കൊണ്ടൊന്നും നേടിയെടുക്കാൻ കർമ്മണാമനാരംഭാൽ നൈഷ്കർമ്മ്യം ഉന്നതി കൈവരിക്കാൻ പറ്റില്ല. എന്ത് വേണം? നഹി കശ്ചിക്ഷണമപി. അടുത്ത വരി എല്ലാവരും വായിക്കൂ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹ്യവശഃ കർമ്മ സർവപ്രകൃതിജൈർഗുണൈ. ഇത് വലിയൊരു തിയറിയാണ്. ലോകം ഇന്ന് ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സയൻസാണ് ഈ പറഞ്ഞത്. നഹി അരുത്, കശ്ചിത് എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് പോലും അകർമ്മകൃത തിഷ്ഠതി. വെറുതെ അവർക്ക് പറയൂ ഇരിക്കാൻ പാടില്ല. കാരണം അകർമ്മകൃത് വെറുതെ ഇരുന്നാൽ, ജാതു തിഷ്ഠതി അകർമ്മകൃത് വെറുതെ ഇരുന്നാൽ അവശ്യ. നിങ്ങൾ ക്രമേണ അവശ്യരായിത്തീരും. ഇപ്പം മാനസികമായും ശാരീരികമായും അവശ്യരാകുന്നതിന് കാരണം, രോഗികളാകുന്നതിന് കാരണം വെറുതെ ഇരിക്കുന്നവർക്കാണ്. രോഗം എന്നതിൻ്റെ നിർവചനം എന്താ അറിയോ? വെറുതെ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക അവസ്ഥയുടെ പേരാണ് രോഗം. എത്ര പേർക്ക് രോഗമുണ്ട്? ആർക്കുമില്ല. കാരണം രോഗം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന, എന്താ ഒന്നും മിണ്ടാത്തത്? അവർക്ക് പറയൂ. ശാരീരിക മാനസിക പ്രശ്നത്തിൻ്റെ പേരാണ് രോഗം. അപ്പം നിങ്ങൾ രോഗിയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ മടിയന്മാരാണെന്നർത്ഥം, അലസന്മാരാണെന്നർത്ഥം. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ആണോ അല്ലയോ? അപ്പം കാലത്ത് നേരത്തെ എണീക്കണം, അമ്പലത്തിൽ പോകണം, കുറേ പ്രദക്ഷിണം വെക്കണം. വീട്ടിലെന്തെങ്കിലും പറയൂ. വീട്ടിൽ രാവിലെ എണീറ്റ് കാപ്പിയും ചായ ഉണ്ടാക്കുന്ന നല്ല കർമ്മം. നമ്മൾ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണം. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ശരീരത്തിന് നല്ല ഓക്സിജൻ കിട്ടണം. ഓക്സിജൻ വീട്ടിൻ്റെ അകത്ത് അത് കിട്ടുമോ? ഇല്ല. പിന്നെ നാമം ചൊല്ലുമ്പോൾ മനസ്സിനും
ഒരു ഉയർച്ച. അപ്പം ശരീരത്തിനും മനസ്സിനും ഉയർച്ച ഉണ്ടാവണമെങ്കിൽ രാവിലെ എണീറ്റ് എവിടെ പോകണം? അമ്പലത്തിലൊക്കെ പോകണം. പോവില്ല, വീടിനകത്ത് തന്നെ ഇരുന്ന് പണിയെടുക്കും. അപ്പം രോഗം കൂടും. മനസ്സിലാവുണ്ടോ? ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ദിവസവും നാമം ചൊല്ലുമ്പോൾ മനോബലം കൂടി വരും. കുറച്ച് ഗീതയോ ഭാഗവതോ വായിച്ചാൽ ക്രമേണ ഗീതയും ഭാഗവതവും വായിക്കാനുള്ള കഴിവ്, ഉറക്കെ പറയൂ, കൂടും. എന്ത് നിരന്തരം ചെയ്യുന്നോ അത് കഴിവായിട്ട് മാറുമോ? ഉണ്ടോ? ഉണ്ട്. ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഉണ്ടോ ഇല്ലയോ? ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി ഉള്ളതിന് കാരണം നിങ്ങളവിടെ പണിയെടുക്കുന്നുണ്ടല്ലേ? ആണോ അല്ലയോ? പന്നി കുത്തിയാലും നിങ്ങൾ ചെയ്യില്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് പന്നി കുത്തിയാലും കുറേയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. കുറച്ച് പന്നിയൊക്കെ കഴിക്കും. ഉണ്ടോ? എന്നാലും നമ്മൾ പണിയെടുക്കണം. വേണോ വേണ്ടയോ? നിരന്തരമായി ജോലി ചെയ്യുമ്പോൾ നമുക്ക് അഭ്യുന്നതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് പരിശ്രമം. പഴയ ആളുകൾക്കൊക്കെ അറിയാലോ അത്. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം കഴിവുള്ള കാലം. അല്ലെ, അങ്ങനെയല്ലേ? ആണോ? ഇത് തന്നെയാണ് ഇംഗ്ലീഷുകാരൻ പഠിപ്പിച്ചത്. എന്താണ് ഇംഗ്ലീഷുകാരൻ പറഞ്ഞു? എപ്പോഴും പെർഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആക്ടിവിറ്റി വേണം. എന്താണ്? ആക്ഷൻ ഉണ്ടെങ്കിലേ പെർഫെക്ഷൻ ഉണ്ടാവും. ആക്ഷൻ ഇല്ലെങ്കിൽ എന്തില്ല? ഒരു കാര്യത്തിലും അഭ്യുന്നതി നമുക്കുണ്ടാവില്ലേ. ഇതാ കൃഷ്ണൻ പറഞ്ഞു. ഒന്നുകൂടി ചൊല്ലാം. നഹി കശ്ചിക്ഷണമപി നഹി കശ്ചിൽ ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത് ജാതുതിഷ്ഠത്യ കർമ്മ കാര്യദേഹ്യവശ കർമ്മ കാര്യദേഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. സർവപ്രകൃതി ജൈർഗുണൈ. അപ്പം നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് കാരണം ഞാൻ ബാക്കിയുള്ളതും കൂടെ വായിക്കുകയാണ്. എക്സ്പ്ലനേഷൻ ചെയ്താൽ ഭാഗവതം പറയാൻ പറ്റുന്നുണ്ടാവില്ല. കർമ്മേന്ദ്രിയാണി സംയമ്യ കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ മിഥ്യാചാരസ്സ ഉച്യതേ യസ്തേന്ദ്രിയാണി മനസാ യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സവിശിഷ്യതേ അസക്തഃ സവിശിഷ്യതേ നിയതം കുരു കർമ്മത്വം നിയതം കുരു കർമ്മ കർമ്മജ്യായോ ഹി അകർമ്മണ കർമ്മജ്യായോ ഹി അകർമ്മണ ശരീരയാത്രാപി ച തേ ശരീരയാത്രാപി ന ച തേ പ്രസിദ്ധ്യേത കർമ്മണ ന പ്രസിദ്ധ്യേത കർമ്മണ യജ്ഞാത്വാ കർമ്മണോന്യത്ര യജ്ഞാർത്ഥാൽ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര മുക്തസംഗസമാചര സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ സഹയജ്ഞാ പ്രജാ പുരോവാച പ്രജാപതി പുരോവാച അനേന പ്രജാപതി പ്രസവിഷ്യധ്വം അനേന പ്രസവിഷ്യധ്വം ഏഷവോത്തിഷ്ഠ കാമതുക്. ഏഷവോത്തിഷ്ഠ കാമധുക്. അടുത്ത വരിയും എല്ലാവരും ഓർത്തു വെക്കണം. പ്രധാനമാണ്, എല്ലാം പ്രധാന. ദേവാൻ ഭാവയതാനേന ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ തേ ദേവാ ഭാവയന്തു വഃ. പരസ്പരം ഭാവയന്ത പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സ്യത. ശ്രേയപരമവാപ്സ്യഥ. ആ ശ്ലോകം നമുക്ക് നോക്കാവുന്നേ. ദേവാൻ ഭാവയതാന. ദേവാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളെയല്ല. ദേവൻ എന്നാൽ ഇവിടെ പ്രകൃതി ശക്തികളെ ദേവൻ എന്ന് വിളിക്കുക. സൂര്യദേവൻ, ചന്ദ്രദേവൻ, വായുദേവൻ, ഭൂമിദേവി, വെള്ളത്തെ വിളിക്കുക വരുണദേവൻ. ഇവരൊക്കെ ദേവന്മാരും ദേവിമാരുമാണ്. ആണോ? ഭൂമി എന്താ വിളിക്കുക? ഭൂമിദേവി. അതുപോലെ പശുവിനെ വിളിക്കുക ഗോമാതാവ്. ഇങ്ങനെ ഈ ദേവിമാരെയും ശക്തികളെയും ഭാവയതാൻ സംരക്ഷിച്ചാൽ,
അവരെ നിങ്ങൾ സംരക്ഷിച്ചാൽ തേ ദേവാ ഭാവയന്തു, തേ ദേവ, ആ ദേവന്മാര് അവർ നിങ്ങളെയും സംരക്ഷിക്കും. അവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ, സംരക്ഷിച്ചാൽ, അവർക്ക് പറയൂ, അവരെ നമ്മൾ അവഗണിച്ചാൽ, അവരെ നമ്മൾ ചൂഷണം ചെയ്താൽ, അവരെ നമ്മൾ താളം തെറ്റിച്ചാൽ നമ്മുടെ ജീവിതവും താളം തെറ്റും. ഇന്ന് സത്യമാണോ ഈ പറഞ്ഞത്? പ്രകൃതിയുടെ താളം നമ്മൾ തെറ്റിച്ചു, പ്രകൃതി നമ്മുടെ താളവും തെറ്റിക്കുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഇനി പൂരം. മനസ്സിലായില്ലേ? തുടക്കത്തിലാണ് നമ്മൾ. ഇനി അങ്ങോട്ട് കടന്നു പോകും തോറും പറയുന്നത് ഭക്ഷണം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം പ്രകൃതിയുടെ താളം തെറ്റിയാൽ കൃഷി ചെയ്യേണ്ട സമയത്ത് കൃഷി ചെയ്താലും മഴയോ വേനലൊക്കെ വന്ന് എല്ലാം താളം തെറ്റുമ്പോൾ മനുഷ്യർക്ക് വേണ്ടത്ര കഴിക്കാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാവാത്ത അവസ്ഥ വരും. അപ്പോഴാണ് നമ്മൾ പഠിക്കുക എന്ത്? പ്രകൃതിയുടെ താളം തെറ്റിച്ചാൽ മൂക്കുമുട്ട കഴിക്കാൻ പറയൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറേ ശാസ്ത്രജ്ഞന്മാർ ആർട്ടിഫിഷ്യലായിട്ട് പലതും ഉണ്ടാക്കി നോക്കുന്നത്. ജീവിക്കാൻ വേറെ വഴി ഉണ്ടാവില്ല. അവർ മുൻകൂട്ടി കാണുന്നുണ്ട് ഇതിനെ. മനസ്സിലാവുണ്ടോ? അപ്പൊ പ്രകൃതിയുടെ താളം തെറ്റിച്ചാൽ ജീവിത താളവും, ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അവതാരമൂർത്തിയാണ് ഇത്. ആര്? അവർക്ക് പറയൂ. ഇന്ന് യുണൈറ്റഡ് നേഷൻ വിളിച്ചു പറയാണ് പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രൊട്ടക്ട് മദർ എർത്ത് എന്നാണ്. പ്രൊട്ടക്ട് മദർ നേച്ചർ. ഇന്ന് യുണൈറ്റഡ് നേഷൻ്റെ മുദ്രാവാക്യമാണ്. നമ്മുടെ G20 മീറ്റിംഗ് ആയാലും ഏതൊക്കെ സമ്മിറ്റുകളായാലും അതിലെ ഒന്നാമത്തെ അജണ്ട എപ്പോഴും പ്രകൃതി സംരക്ഷണത്തിന്, അതായത് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. മനസ്സിലായില്ലേ? 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞ വാണിങ്ങാണ്. തേ ദേവാ ഭാവയന്തു പരസ്പരം ഭാവയന്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങോട്ട് സംരക്ഷിച്ചാലേ ഇങ്ങോട്ടും സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ. പ്രകൃതിയെ നശിപ്പിച്ചാൽ ജീവിതവും നശിക്കും. നിങ്ങൾ വിചാരിക്കേണ്ട പ്രകൃതിയെ ചൂഷണം ചെയ്ത് രക്ഷപ്പെടാമെന്ന്. നിങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതി നിങ്ങളുടെ നിലനിൽപ്പിനെയും എന്താ ഒന്നും മിണ്ടാത്ത. നിങ്ങൾ കണ്ടില്ലേ ചൂരൽ മലയിലൊക്കെ വയനാട്ടിൽ തൂത്തെറിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി പ്രകൃതി. ഉണ്ടോ? ഇതൊക്കെ പൊട്ടിത്തകർന്ന് പോവാനൊന്നും പ്രകൃതിക്ക് അധിക സമയമൊന്നും പറയൂ വേണ്ട. അതുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞാലല്ലോ നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഈ മലയോര പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി അത്ര നല്ലതല്ല. ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെയ്യേണ്ട കൃഷിയാണ്. കാരണം ഭൂമിക്കടിയിലുള്ള വെള്ളം കുറഞ്ഞ് 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 പോകുന്നത് നമ്മളാരും കാണില്ല. കുറേ കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര കുടിവെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പലായനം ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ടാണ് കുരുമുളക് തുടങ്ങിയിട്ടുള്ള, ഏലം തുടങ്ങിയിട്ടുള്ള സ്പൈസസ് ആയിട്ടുള്ള കൃഷികളൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭൂമിക്കടിയിലെ നീരുറവകളൊക്കെ ക്രമേണ പെട്ടെന്നുണ്ടാവില്ല. ഇതൊരു സ്ലോ സ്റ്റഡി പ്രോസസ്സാണ്. അപ്പം ഒരു 3-4 തലമുറയ്ക്ക് കുറേ കഴിഞ്ഞാൽ ഇവിടെ കുഴിച്ചാൽ ഉറക്കെ പറയൂ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അവർ കുഴൽക്കിണറിലും വെള്ളം കിട്ടാനില്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ വിചാരിക്കേണ്ട കുഴൽക്കിണറിലെ വെള്ളം കിട്ടുന്നുള്ളത്. അപ്പം എന്താ ചെയ്യുക? കുഴൽക്കിണറിലെ വെള്ളം അത്ര നല്ലതാണോ? കിഡ്നി അടിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. അതിൽ മിനറൽ കണ്ടൻസ് വളരെ കൂടുതലാണ്, മെറ്റൽ കണ്ടൻസുകളൊക്കെ ആണോ? അപ്പം പിന്നെ എന്താ മനുഷ്യൻ ചെയ്യുക? ഇവിടുന്ന് വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് പറയൂ. ആരാ ദുരന്തം ഉണ്ടാക്കി വെച്ചത്? അപ്പം ഈ പറഞ്ഞ എത്ര സത്യമാണ്. ശരിക്കും പഠനങ്ങൾ നടത്തണ്ടേ? ഭൂമിക്കടിയിലെ വെള്ളം കുറയുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ പഠിക്കണ്ടേ? സർക്കാർ പറഞ്ഞു തരണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണോ വേണ്ടയോ? അങ്ങനെയൊക്കെയുള്ള വല്ല പഠനങ്ങളും ഉണ്ടോ? അതിന് മൂളയുള്ളവരൊക്കെ വല്ലതും വേണ്ടേ നമുക്ക്? അതേ പറഞ്ഞാൽ നമുക്കിനി ഈ ഇലക്ഷനൊക്കെ മാറി വല്ല IIT ഒക്കെ പഠിച്ച് ഇതിനെക്കുറിച്ചൊക്കെ മൂളയുള്ളവർ വേണം നമ്മുടെ നാട് ഭരിക്കാൻ. അപ്പോഴാണ് ഒരു ജനതയെ തന്നെ സംരക്ഷിച്ച് നിർത്താൻ അവർക്ക്. കാരണം രാഷ്ട്രീയം കൊണ്ടൊരിക്കലും ലോകത്തെ നിലനിർത്താൻ പറ്റില്ല. അതിന് അറിവും കഴിവും തന്നെ വേണം. വേണോ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണോ വേണ്ടയോ? ഈ രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിച്ച് കൈത്തന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട് എന്തോ ഇവിടെ എത്തുമായിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ രാജ്യത്തിന് നന്നാവണമെങ്കിൽ ഇനിയെങ്കിലും നമ്മളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇതിലൊന്നും വലിയ
താല്പര്യമില്ലാത്ത, കാരണം അവരെ സംബന്ധിച്ച് ഇതൊക്കെ മൂഢത്വരാണ്. നിൽക്കട്ടെ. അപ്പോൾ ഈ ശ്ലോകം സത്യമാണോ കൃഷ്ണൻ പറഞ്ഞത്? ആണോ? ദേവാൻ ഭാവയതാനേന ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ. അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? അർത്ഥം മനസ്സിലായോ? എന്താ അർത്ഥം? ദേവന്മാരെ നിങ്ങൾ ഭാവയത എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. ആരാ ദേവൻ? അമ്പലത്തിലിരിക്കുന്ന മൂർത്തികളാണോ? ആരാണത്? പ്രകൃതി ശക്തികളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, ഉറക്കെ ഇങ്ങോട്ട് പറയൂ, ആ പ്രകൃതി ശക്തികൾ നമ്മളെ പരസ്പരം ഭാവയന്ത എന്ന് വെച്ചാൽ എന്താണ്? ഭാവയന്ത എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചാലും. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രേയപരമവാപ്സ്യത, പരം ശ്രേയസ്സിനെ കൈവരിക്കാം. ശരിയാണോ കൃഷ്ണൻ പറഞ്ഞത്? ശരിയാണോ? ശരിയാണ്. അതുകൊണ്ടാണ് ഗീത ഇത്രയും പ്രാധാന്യമുള്ള കൃതി. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പ്രാധാന്യമുള്ളതാണോ? ഇന്ന് പ്രാധാന്യമുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇത് പഠിക്കേണ്ടതല്ലേ? ഇത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതല്ലേ? വേണോ വേണ്ടയോ? നോക്കൂ, എന്നിട്ട് എന്തേ ആരും ഇതിനൊരു പ്രാധാന്യം കൊടുക്കാത്തത്? ശ്രദ്ധിക്കുക. നിൽക്കട്ടെ. അടുത്തത്, ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാം ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാം ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താനപ്രദായേഭ്യ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സാ യോ ഭുങ്ക്തേസ്തേന ഏവ സാ യജ്ഞശിഷ്ടാശിനഃ സന്തോ യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ മുച്യന്തേ സർവകിൽബിഷൈ മുഞ്ജതേ തേ ത്വകം പാപാം ഭുഞ്ജതേ തേ ത്വഘം യേ പാപാ ഭജന്ത്യാത്മകാരണാൽ യേ ഭജന്ത്യാത്മകാരണാൽ അന്നാദ് ഭവന്തി ഭൂതാനി അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ പർജന്യാദന്ന സംഭവ യജ്ഞാദ് ഭവതി പർജന്യ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം ഏവം പ്രവർത്തിതം നാനുവർത്തയദീഹയ നാനുവർത്തയതി അകായൂരിന്ദ്രിയാരാമോ മോകം പാർത്ഥ സജീവതി മോഘം പാർത്ഥ സജീവതി യസ്ത്വാത്മരതിരേവ സ്യാത് സ്മരതിരേവ ആത്മതൃപ്തശ്ച മാനവ ആത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ തസ്യ കാര്യം ന നൈവ വിദ്യതേ തസ്യ കൃതേനാർത്ഥോ നൈവ തസ്യ ഹൃദേ നാകൃതേനേഹ കശ്ചന നാകൃതേനേഹ ന ചാസ്യ സർവഭൂതേഷു ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യഭാശ്രയ തസ്മാദസക്ത സദതം തസ്മാദസക്ത സദാ കാര്യം കർമ്മ സമാചര കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ അസക്തോ ഹ്യാചരൻ പരമാപ്നോതി പൂരുഷ പരമാപ്നോതി പൂരുഷ കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനഗാദയാ ആസ്ഥിതാ ജനകാദയ ലോകസംഗ്രഹമേവാപി ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി പശ്യൻ കർത്തുമർഹസി യദ്യദാചരതി ശ്രേഷ്ഠ യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദേവേതരോ ജന തദ്ദേവേതരോ സയത് പ്രമാണം കുരുതേ സയത്
പ്രമാണം ലോകസ്തദനുവർത്തതേ ലോകസ്തദനുവർത്തതേ നമേ പാർത്ഥാസ്തി കർത്തവ്യം നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന ലോകേഷു കിഞ്ചന ജ്ഞാനവാപ്തമവാപ്തവ്യം ജ്ഞാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി വർത്തയേവ ച കർമ്മണി യദീഹ്യഹം ന വർത്തേയം യദിഹ്യഹം ന ജാതു വർത്തേയം കർമ്മണ്യതന്ത്രിത യാതു കർമ്മണ്യതന്ത്രിത മമ വത്മാനുവർത്തന്തേ മമ വർത്തമാനുവർത്തന്തി മനുഷ്യാ പാർത്ഥ സർവശ മനുഷ്യാ പാർത്ഥ സർവശ ഉത്സീദേയുരിമേ ലോകാ ഉത്സീദേയുരിമേ ന കുര്യാം ലോകാ. കർമ്മ ചേതഹം ന കുര്യാം കർമ്മ ചേതഃ. സങ്കരസ്യ ച കർത്താസ്യാം കരസ്യ ച കർത്താസ്യാം. ഉപഹന്യാമി മാ പ്രജാം ഉപഹന്യാമി മാ പ്രജാ. സക്താ കർമാണ്യ വിദ്വാംസോ സക്താ കർമ്മണ്യ വിദ്വാംസോ. യഥാ കുർവന്തി ഭാരത യഥാ കുർവന്തി ഭാരത. കുര്യാദ് വിദ്വാൻ തദാ സക്തഃ കുര്യാദ് വിദ്വാദതാം സ്ഥതാ ചികിത്സുർലോക സംഗ്രഹം ചികീർഷുർലോക ന സംഗ്രഹം. ബുദ്ധിഭേദം ജനയേത് ബുദ്ധിഭേദം അജ്ഞാനം കർമ്മ സംഗിനാം ജ്ഞാനം കർമ്മ ജോഷയേ സർവകർമാണി ജോഷയേൽ സർവകർമാണി. വിദ്വാൻ യുക്ത സമാചരൻ വിദ്വാൻ യുക്ത സമാചരൻ. പ്രകൃതേ ക്രിയമാണാനി പ്രകൃതേ ഗുണൈ കർമാണി സർവശാം ഗുണൈ കർമാണി അഹങ്കാര സർവശഃ. വിമൂഢാത്മാ അഹങ്കാര വിമൂഢാത്മാ. കർത്താഹമിതി മന്യതേ കർത്താഹിരിതി മന്യത്തെ. തത്വവിത്തു മഹാബാഹോ തത്വവിത്തു മഹാബാഹോ. ഗുണകർമ്മ വിഭാഗയോ ഗുണകർമ്മ വിഭാഗയോ. ഗുണഗുണേഷു വർത്തന്ത ഗുണഗുണേഷു ഇതി വർത്തന്ത. മത്വാന സജ്ജതേ മത്താന സഞ്ജതേ. പ്രകൃതേ ഗുണസമ്മൂഢാ പ്രകൃതിർഗുണസമ്മൂഢാ. സജ്ജന്തേ ഗുണകർമ്മസു സജ്ജന്തേ ഗുണകർമ്മസു. താന കൃഷ്ണവിദോ മന്ദാൻ താന കൃഷ്ണവിദോ കൃഷ്ണവിന്ന വിചാലയേ കൃഷ്ണവിന്ന വിചാലയേ. മയി സർവാണി കർമാണി മയി സർവാണി സന്യസ്യധ്യാത്മചേതസാ സന്യസ്യാധ്യാത്മചേതസാ. നിരാശീ നിർമ്മമോ ഭൂത്വാ നിരാശീർനിർമ്മമോ യുദ്ധസ്യ വിഗതജ്വരാ യുദ്ധസ്യ യേ മേ മതമിദം നിത്യം യേ മേ മതമിദം അനുതിഷ്ഠന്തി മാനവാ അനുതിഷ്ഠന്തി മാനവാ. ശ്രദ്ധാവന്തോനുസൂയന്ത ശ്രദ്ധാവന്തോ ന മുച്യന്തെ തേബി കർമ്മഭിः മുച്യന്തെ തേപി കർമ്മഭിः. ഏത്വേതദഭ്യസൂയന്ത നാനുതിഷ്ഠന്തി മേ മദം നാനുതിഷ്ഠന്തി മേ മതം. സർവജ്ഞാന വിമൂഢാൻ താൻ സർവജ്ഞാന വിദ്ധി നഷ്ടാന ചേതസാ വിദ്ധി നഷ്ടാന സദൃശം ചേതസാ. ചേഷ്ടതേ സസ്യാ സദൃശം ചേഷ്ടതേ പ്രകൃതേ സസ്യാ. ജ്ഞാനവാനഭി പ്രകൃതിർജ്ഞാനവാനഭി. പ്രകൃതിം യാന്തി ഭൂതാനി പ്രകൃതിം യാന്തി നിഗ്രഹ കിം ഭൂതാനി. കരിഷ്യതി നിഗ്രഹ കിം കരിഷ്യതി. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ. രാഗദ്വേഷോ വ്യവസ്ഥിതോ രാഗദ്വേഷോ വ്യവസ്ഥിതോ. തയോർനവശമാഗച്ഛേ തയോർന വശമാഗച്ഛേ. തൗഹസ്യ പരിപന്തിനോ തൗഹ്യസ്യ പരിപന്തിനോ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണാ ശ്രേയാൻ സ്വധർമ്മോ പരധർമാൽ സ്വനുഷ്ഠിതാൽ പരധർമാൽ സ്വനിഷ്ഠിതാൽ. സ്വധർമ്മേ നിധനം ശ്രേയ ധർമ്മേ നിധനം ശ്രേയ. പരധർമ്മോപയാപഹ പരധർമ്മോ ഭയാവഹ. ഈ ശ്ലോകവും വളരെ ശ്രദ്ധിക്കണം. പറയുന്നത് ശ്രേയാൻ സ്വധർമ്മം
വിഗുണ വിഗുണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും സ്വധർമ്മം ശ്രേയം. ഏതാ അനുഷ്ഠിക്കേണ്ടത്? സ്വധർമ്മം. പരധർമ്മം സ്വതനിഷ്ഠിതാൽ, നിങ്ങൾ പരധർമ്മം മാത്രം അനുഷ്ഠിച്ചാൽ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി, അതാണ് പല സ്ത്രീകളും ദുരിതം അനുഭവിക്കുന്നത്. ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞ് ആരോഗ്യം നശിപ്പിക്കും, ഒരിക്കലും മനസ്സിനെ ഉയർത്താൻ സമയം കണ്ടെത്തില്ല. മക്കളുടെ പാട്ടിൽ പോവും, ഭർത്താവാണെങ്കിൽ ബീവറേജ് കോർപ്പറേഷൻ്റെ പിന്നാലെയും പോവും, പിന്നെ അവസാനം ഇരുന്ന് ദുരിതവും അനുഭവിക്കും. അപ്പം എന്ത് വേണം? കേവലം പരധർമ്മം മാത്രം പറയൂ അനുഷ്ഠിച്ചാൽ പോരാ. എന്തുകൂടെ വേണം? അവനവൻ്റെ മാനസിക ശാരീരിക ആരോഗ്യം ഉയർത്തിയിട്ടില്ലെങ്കിൽ നാളെ ആരുമില്ലാതെ വന്നാൽ ഒരു ഭാഗത്തിരിഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ടല്ലോ? സ്വധർമ്മേ നിധനം ശ്രേയ. ഏതാ അനുഷ്ഠിക്കേണ്ടത്? അവർക്ക് പറയൂ. സ്വധർമ്മം അനുഷ്ഠിക്കണം. അതിൻ്റെ കൂടെ വേണം മറ്റുള്ളവരെയും നോക്കാൻ. അല്ലാതെ എനിക്ക് എൻ്റെ മക്കളെയും നോക്കി, ഭർത്താവിനെയും നോക്കി, ഭാര്യയും മക്കളെയും നോക്കി. ഓരോരുത്തർ പറയുന്നത് കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഗൾഫിലൊക്കെ ഞാൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പണിയെടുത്തു, പക്ഷെ തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യ ഡ്രൈവറുടെ കൂടെ പോയി, മക്കളാണെങ്കിൽ മൊബൈലിൻ്റെ കൂടെയും പോയി. ഇപ്പം ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, ഗൾഫിൽ ജോലിയും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ശീർഷാസനത്തിൽ നിൽക്കണം. എന്താ ചെയ്യാനുള്ളത്? എന്താ ഒന്നും വിട്ടാത്തത്? ഇല്ല, കേട്ടിട്ടില്ല അതൊന്നും. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? കുറച്ച് സമയം അവനവൻ്റെ മനസ്സിനെ, ശരീരത്തെ ഉയർത്താൻ അവർക്ക് പറയൂ സമയം ചെലവഴിക്കണം. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? ശരിയാണോ ഇതൊക്കെ? ഒന്നുകൂടി വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, പരധർമാൽ സ്വനുഷ്ഠിതാൽ, പരധർമാൽ സ്വനിഷ്ഠിതാൽ, സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മേ നിധനം പരധർമ്മോ ഭയാപഹ. പരധർമ്മോ അർജുന ഉവാച അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നപി വാഷ്ണേയ ബലാധിപ നിയോജിത. ശ്രീ ഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം ധൂമേനാവ്രിയതേ വഗ്നിഃ യഥാദർശോ മലേന ച യഥോൽപേനാവൃതോ ഗർഭാത് തദാ തേനേദമാവൃതം. ഈ രണ്ട് ശ്ലോകങ്ങളും നിങ്ങൾ നോക്കണം. അർജുനൻ ചോദിക്കുകയാണ്, കേന പ്രയുക്തോയം പാപം ചരതി. ആരുടെ പ്രേരണ കൊണ്ടാണ് പലരും പാപം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പലരും പല ചതിക്കുഴികളിൽ വീഴുന്നത്, പലതരത്തിലുള്ള വഞ്ചനകളിൽ വീഴുന്നത്? ആര് പ്രേരിപ്പിച്ചിട്ടാണ് പലരും പല അപകടങ്ങളിൽ അവർക്ക് പറയൂ വീഴുന്നത്? ഇപ്പം നമ്മൾ എളുപ്പം മനസ്സിലാക്കാൻ ഒരു കൗമാരപ്രായക്കാരെടുക്കുക. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പ്രേമത്തിൽ വീഴ്ത്തുന്നു. അപ്പം നിങ്ങൾ പറയും അവൻ്റെ കയ്യിലേക്ക് പ്രേമത്തിൽ വീണു പോയിരുന്നു. അതിന് സഹായകരമാവുന്നു മൊബൈലെല്ലാം. ആണോ അല്ലയോ? അങ്ങനെ വീണുപോയിട്ട് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്തുകയാണ്. ഒരു പയ്യൻ എൻ്റെ മകളെ ശല്യപ്പെടുത്തുന്നു, ഒരു പയ്യൻ എൻ്റെ മകളെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്യണു, അങ്ങനെ ആ പയ്യനെയല്ലേ കുറ്റപ്പെടുത്തുക? ആണോ അല്ലയോ? അതിന് കൃഷ്ണൻ തരുന്ന ഉത്തരം, ആ പയ്യൻകാരനല്ല അവൾ വീണത്, കാമയേഷ ക്രോധയേഷ. അത് തിരിച്ചറിവുണ്ടായില്ലേ അച്ഛനും അമ്മയ്ക്കും? കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ട്? കാമവുമുണ്ട്. കാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ്. അപ്പോൾ ഒരു ഇന്ദ്രിയ പ്രേരണ എല്ലാവരുടെയും അവർക്ക് പറയൂ ഉള്ളിലുണ്ട്. അപ്പം മറ്റൊരാൾ അത് എന്ത് ചെയ്തു? അതിനെ ഒന്ന് ഉണർത്തിക്കൊടുത്തു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ പുറത്തൊരാളെ പറയാൻ പാടുമോ? അപ്പം അതിനെന്ത് വേണം? കാമത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാമമുള്ളിടത്ത് ക്രോധവുമുണ്ട്. എന്താണ്?
ഇപ്പം മകളിപ്പം പ്രേമത്തിലേക്ക് വീണു പോകുമ്പോൾ അച്ഛനും അമ്മയും അത് എതിർക്കാൻ പോയാൽ കോപം ഉണ്ടാവുമോ അവൾക്ക്? പറയൂ നിങ്ങൾ. അപ്പൊ കാമവും ക്രോധവും എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അപ്പം നമുക്ക് വേറൊന്ന് വേണം. എന്ത്? ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു, ഉറക്കെ പറയൂ, വിവേകബുദ്ധി വേണം. ആ വിവേകബുദ്ധി ഉണ്ടാവണമെങ്കിൽ ഉപദേശമല്ല വേണ്ടത്, പരിശീലനമാണ് വേണ്ടത്. എന്താണ്? അതിനാണ് അമ്പലത്തിൽ കൊണ്ടുപോകുന്നത്, അതിനാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത്. ഇതൊന്നും വീടുകളിൽ ഇല്ലെങ്കിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? കാമവും ക്രോധവും. അത് മറ്റുള്ളവര് ചൂഷണം ചെയ്യും, മറ്റുള്ളവര് മുതലെടുക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ലോകമാണോ അപകടം ചെയ്യുന്നത്? അവനവന് വിവേകം വളർത്തിയെടുക്കുന്ന അനുഷ്ഠാനങ്ങളില്ലാത്തതാണോ അപകടമുണ്ടാക്കുന്നത്? ഉറക്കെ പറയൂ. കൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? ഉറക്കെ പറയൂ. കാമവുമുണ്ട്, ക്രോധവുമുണ്ട്. ആണോ? ഇനിയിപ്പം നിങ്ങളോട് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ താഴെ നിന്ന് ഒരു ചെറിയ സ്വർണത്തിൻ്റെ ഒരു സാധനം കാണുന്നു, തിളങ്ങുന്നു മഞ്ഞ നിറത്തിൽ. അത് കാണുമ്പോൾ എടുക്കാൻ തോന്നുമോ? സത്യം പറയണം, തോന്നില്ല? തോന്നും. അത് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ നിങ്ങളുടെ കാതിലുള്ള ഒരു സാധനം കാണുമില്ല. ഈ സമയത്ത് മറ്റൊരാൾ വന്നിട്ട് പറയണം അത് എൻ്റെ ആണെന്ന് പറഞ്ഞാൽ, എൻ്റെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന വികാരം എന്തായിരിക്കും? സ്നേഹമാണോ ക്രോധമാണോ? എന്താ തോന്നുക? ക്രോധം തോന്നുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം കാമവും ക്രോധവും എല്ലാവരുടെ മനസ്സിലുണ്ടോ? ഇല്ല, ഉണ്ട്. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് തരാൻ വേണ്ടി നിങ്ങൾ പ്ലേറ്റൊക്കെ എടുത്ത് ക്യൂവിൽ നിന്ന് ചോറൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്നു. ഇത്തിരി വെള്ളം എടുക്കാൻ വേണ്ടി ഗ്ലാസ്സിന് വേണ്ടി ഗ്ലാസ്സിനും വെള്ളത്തിനും പോയപ്പം തിരിച്ചു വരുമ്പോൾ വേറൊരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അപ്പം മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കാമവുമുണ്ട്, ക്രോധം. ഇതില്ലാത്തവരെത്ര പേരിൻ്റെ കൈ പൊക്കൂ? ആരുമില്ല. ഇപ്പൊ കൃഷ്ണൻ പറയുന്ന എത്ര സത്യം നോക്കൂ. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം ധൂമേന പ്രിയദേവഗ്നി ധൂമേന വ്രിയതേ യഥാദർശോ മലേന ച ആദർശോ യദോൽബേനാവൃതോ ഗർഭ തദാ തേനേദമാവൃതം ആവൃതം ജ്ഞാനമേതേന ആവൃതം ജ്ഞാനമേ ജ്ഞാനിനോ നിത്യവൈരിണാ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണാലനേല ച ഇന്ദ്രിയാണി മനോബുദ്ധി ഇന്ദ്രിയാണി മനോ അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈ വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനാം തസ്മാൽ ത്വമിന്ദ്രിയാണ്യാദോ നിയമ്യ ഭരതർഷഭ പാത്മാനം പ്രജഹീഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേ പരതസ്തു സാ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി
ശത്രും മഹാബാഹോ യഹേ ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം കാമരൂപം ദുരാസദം ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ കർമ്മയോഗോ നാമ തൃതീയോധ്യായഃ തൃതീയോധ്യായഃ